ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളൊരു കാര്യം പ്രതീക്ഷിച്ചിട്ട് ആ സമയത്ത് നമുക്ക് അത് ചെയ്യാക്കാൻ പറ്റുമ്പോൾ ഒരു സങ്കടം ഉണ്ട് കേട്ടോ. ട്രെയിലറിനെ പറ്റിയിട്ടുള്ള നല്ലൊരു റിയാക്ഷനോ റിവ്യൂ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, പല കാരണങ്ങൾ കൊണ്ട് തിരക്കിലായി പോയി. അപ്പം ഇപ്പൊ ഞാൻ ഒരു ട്രെയിലർ കുറെ പ്രാവശ്യം കണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്കൊരു ശരിക്കും എമ്പുരാൻ സിനിമ തന്നെ അതിലുണ്ട്. എന്താണ് എമ്പുരാൻ സിനിമ, കുറച്ച് ആ സർപ്രൈസ് ക്യാരക്ടറുകൾ ഒഴിച്ചാലുള്ള എന്താണ് സിനിമ എന്നുള്ളത് വ്യക്തമായിട്ട് ആ ട്രെയിലർ നമുക്ക് മനസ്സിലാക്കി വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. സോ അത് ഡീകോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ നിൽക്കുകയാണ്. അതിന്റെ മുമ്പേ കാരണം നമ്മളിപ്പം സോഷ്യൽ മീഡിയ തുറന്നാൽ കാണുന്ന ഓരോ വാർത്തകൾ, എമ്പുരാൻ അച്ചീവ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, നമ്മളിപ്പോ ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് ബ്രൗസ് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ പോലും ചെയ്യാനുള്ള ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ ബ്രൗസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. കാരണം ഓരോ ന്യൂസും അപ്ഡേറ്റുകൾ വരുമ്പോൾ അത് കണ്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ. വീഡിയോ ചെയ്യാനുള്ള ഒരു ടൈമില്ല. കാരണം പ്രൊമോഷൻസ്, മുംബൈ പോലുള്ള പ്രൊമോഷൻ പരിപാടികൾ കാണുമ്പോൾ ബുക്ക് മൈ ഷോയിലുള്ള റെക്കോർഡ് ഇട്ടത്, അതായത് മലയാളം മൂവിയിലല്ല, ഇന്ത്യയിൽ തന്നെ ബുക്കിംഗ് ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് ഹവേഴ്സിൽ ഏറ്റവും കൂടുതൽ ബുക്ക് ചെയ്ത ഇന്ത്യൻ സിനിമയായിട്ട് എമ്പുരാൻ മാറിയത്. എനിക്ക് 83,000 ടിക്കറ്റുകൾ കേട്ടോ. ലിയോനും പുഷ്പ സിനിമ പോലെ സിനിമകളൊക്കെ മറികടന്നിട്ടാണ്. സോ അങ്ങനെയുള്ള ഒരുപാട് സോ ഞാൻ എപ്പോഴും എന്റെ വീഡിയോയിൽ പറഞ്ഞ കാര്യം, ഈ സിനിമ ഒരു ഗംഭീര സിനിമയ്ക്ക് എന്നുള്ള ഡൗട്ടില്ല. നമുക്ക് വേണ്ട എന്താന്നുള്ളത് വെച്ചാല് ഞാനത് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള നമ്മളെ മലയാള സിനിമയ്ക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരുപാട് മാർക്കറ്റ് ഉണ്ട്, ഒരുപാട് തിയേറ്റേഴ്സ് ഉണ്ട്. അവിടെ തിയേറ്ററിൽ പോയിട്ട് ആൾക്കാർ ഇത് കാണാന്നുള്ളതാണ്. കാരണം പൃഥ്വിരാജും സെയിം സംഭവം. പൃഥ്വിരാജ് ഇന്നലെ മുംബൈയിൽ നടന്ന ആ ട്രെയിലർ ലോഞ്ചില്, ഐമാക്സ് ട്രെയിലർ ലോഞ്ചിന്റെ ഭക്ഷണം അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്: മലയാളമാണ് നമ്മളെ ഇന്ത്യയിൽ ഏറ്റവും നല്ല സിനിമകൾ ചെയ്യുന്ന ഇൻഡസ്ട്രി, ഏറ്റവും ബെസ്റ്റ് കണ്ടന്റ് സിനിമകളൊക്കെ വരുന്നത് നമ്മൾ, അതൊക്കെ സത്യമാണ്. പക്ഷേ നമ്മളിപ്പോ പൃഥ്വിരാജ് ഇങ്ങനത്തെ എക്സാക്ട്ലി പറഞ്ഞതാണ്. അതായത് നാളെ ജാർഖണ്ഡ് പറഞ്ഞ സ്റ്റേറ്റിലെ ഒരു സാധാരണ തിയേറ്ററിൽ, അവിടുത്തെ തിയേറ്ററിൽ മലയാള സിനിമ കളിക്കുകയും ഒരു നോർത്ത് ഇന്ത്യൻ പ്രേക്ഷകൻ, അല്ലെങ്കിൽ ഒരു ഹിന്ദി ലാംഗ്വേജ് സംസാരിക്കുന്ന ഒരു പ്രേക്ഷകൻ, അങ്ങേർക്ക് ഈ സിനിമ ഒന്ന് തിയേറ്ററിൽ പോയി ഞാൻ കാണട്ടെ എന്നുള്ള ഒരു ചിന്ത, അവിടെയാണ് സത്യത്തിൽ നമ്മൾ ഈ ബാരിയേഴ്സ് ഒക്കെ ബ്രേക്ക് ചെയ്ത് നമ്മളിപ്പോ ഇതുവരെ കണ്ട മഞ്ഞുമൽ ബോയ്സും പ്രേമലും ഒക്കെ നമുക്ക് അറ്റ്ലീസ്റ്റ് സൗത്ത് ഇന്ത്യയിൽ തന്നെയുള്ള അതർ നമ്മുടെ സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റി. ബോളിവുഡ് മൂവീസ് ആണെങ്കിലും തെലുങ്കിലാണെങ്കിലും ഇപ്പം കന്നഡയിൽ പോലും ഉണ്ടാവുന്ന ആ ഒരു റീച്ച്, അത് നമ്മളെ മലയാള സിനിമയ്ക്ക് ഞാൻ ഒരുപാട് വീഡിയോയിൽ മെൻഷൻ ചെയ്ത കാര്യമാണ്. അപ്പൊ നമ്മുടെ ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നമ്മൾക്ക് അച്ചീവ് ചെയ്യേണ്ട ആ ഒരു സംഭവം അതാണ്. കാരണം നമ്മൾ മലയാളീസിന് പ്രത്യേകം വെച്ചാൽ നമ്മൾ ഏത് ലാംഗ്വേജിലെ സിനിമകൾ, തമിഴ്, തെലുങ്ക്, ഹിന്ദിയിലെ സിനിമകള് നമ്മളെ സിനിമയെക്കാട്ട് പ്രാധാന്യം കൊടുത്ത് വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന് കാണുന്ന സിനിമകളുണ്ട്. വേറെ ഒരു ലാംഗ്വേജിലുള്ള ആൾക്കാർ അങ്ങനെ ഒരിക്കലും ഒരു മലയാള സിനിമ ചെയ്തില്ല. ഒരു ലാംഗ്വേജ് സിനിമ അവരുടെ നേറ്റീവ് ലാംഗ്വേജിൽ ആരും ഒരു ആൾക്കാർ അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ മലയാളീസ് ഒരു റെസിസ്റ്റൻസ് കൊടുക്കുന്നതാണ് ഏത് ലാംഗ്വേജിലും എല്ലാത്തിനും. അപ്പൊ അത് നമുക്ക് ശരിക്കും, കാരണം നമ്മളിൽ കണ്ടന്റ് ഉണ്ട്, നമ്മളിൽ അതിനുള്ള കണ്ടന്റ് നമുക്ക് ഇല്ലാത്തത്. ആ ഒരു ഗ്രാൻഡിയർ ആയിട്ട് അങ്ങനത്തെ മൂവീസ് ചെയ്യാനുള്ള ആ പോസിബിലിറ്റിയും ബഡ്ജറ്റായിരുന്നു നമുക്കില്ലാത്തത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു വലിയൊരു ബഡ്ജറ്റിൽ നമ്മൾ ഇത്ര ക്വാളിറ്റിയിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട്, അപ്പൊ നമുക്കിപ്പോഴും നമ്മൾ ഈ കാണുന്ന ഈ ആരവം, കേരളത്തിലുള്ള ആരവം ഒക്കെ ഭയങ്കര സന്തോഷം. കേരളത്തിൽ പോലും ഇങ്ങനത്തെ ഒരു ആരവം ഉണ്ടായിട്ട് കുറച്ച് കാലമായി. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു സിനിമ നമുക്ക് ഒരു പാൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലിറ്ററലി ആ പാൻ ഇന്ത്യന്റെ മീനിങ് വരുന്ന രീതിയിൽ, നേരത്തെ പൃഥ്വിരാജ് പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ പൃഥ്വിരാജ് പറഞ്ഞത് മെൻഷൻ ചെയ്ത പോലെ, ഏതൊരു നോർത്ത് ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ഏതൊരു സ്റ്റേറ്റിലും ഇന്ത്യത്തെ ഒരു തിയേറ്ററിൽ നമ്മൾ മലയാള സിനിമ കളിക്കുമ്പോൾ അതൊന്ന് ആ തിയേറ്ററിൽ പോയി ഞാൻ കാണട്ടെ. OTT കാണുന്നതല്ല, OTT കണ്ട് നമ്മൾ പ്രശംസിക്കുന്ന അതൊന്നല്ല സത്യം നമുക്ക് വേണ്ടത്. ഞാൻ എസ്പെഷ്യലി ഇത്തരത്തിലുള്ള ബിഗ് ബഡ്ജറ്റ്, ബിഗ് ടിക്കറ്റ്സ് മൂവീസിനെ കുറിച്ചാണ് പറയുന്നത്. സോ അത് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു എനിക്ക് എപ്പോഴും ഉള്ള ഒരു കൺസേൺ, ഒരു ഡൗട്ടും. പക്ഷെ അത് ഇപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഒറ്റയടിക്ക് നമുക്ക് എല്ലാം അങ്ങോട്ട് നേടാൻ പറ്റില്ലെങ്കിൽ പോലും ഒരു മാറ്റം എന്തായാലും ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. ഈ ടിക്കറ്റ് ബുക്കിങ്ങിനൊക്കെ അത് നിങ്ങൾ 1 മണിക്കൂർ കൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പുഷ്പ, ലിയോ മുതലായ സിനിമകളെയാണ് മറികടന്നിട്ട് ടിക്കറ്റ് ബുക്കിംഗ് ഓപ്പൺ ആയിട്ട് 1 മണിക്കൂർ കൊണ്ട് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് സോൾഡ് ചെയ്ത ഇന്ത്യൻ മൂവി ആയിട്ട് മാറിയത്. സോ അങ്ങനെ ഓരോ ന്യൂസുകൾ ഇങ്ങനെ പൃഥ്വിരാജിന്റെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് സ്റ്റോറീസ് കാണുമ്പോൾ നമുക്ക് അതന്നെ ഉണ്ട് ഒരുപാട് പറയാനും സംസാരിക്കാനൊക്കെ. അപ്പൊ നമ്മളത് കണ്ടിരുന്നു പോകും. അപ്പൊ നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ മലയാളത്തിലുള്ള KGF, ബാഹുബലിയോ ആയി മാറട്ടെ സിനിമ. കാരണം നിങ്ങൾ ആ ട്രെയിലർ കണ്ടാൽ മനസ്സിലാവും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഹേറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് മുന്നേ, ഒരാളെ പോലും നമ്മളെ പരിസരത്ത് കാണാനില്ല. നമ്മൾ ഏറ്റവും വലിയ ഭാഗ്യക്കേടതാണ് നമ്മൾ ലാംഗ്വേജിൽ, അത് എല്ലാ ലാംഗ്വേജിലും ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഫാൻ ഫൈറ്റോ കാര്യങ്ങളൊക്കെ. അതിനെക്കുറിച്ച് എനിക്ക് വീഡിയോ ചെയ്യാൻ കേട്ടോ. ഞാനത് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ പറയാം. കാരണം ഞാൻ ലാലേട്ടൻ, മമ്മൂക്ക അവര് തമ്മിലുള്ള ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ അത് ഞാൻ നിർത്തണം. കാരണം അവരെ സ്നേഹത്തിന് മുമ്പ് ഞാൻ ഈ ടോപ്പിക്കിന്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് പറയുന്നതുള്ളൂ. അതിനെ ഒരു കംപ്ലീറ്റ്ലി അതിനുള്ളൊരു വീഡിയോ ചെയ്യാനുണ്ട്. കാരണം അവരുടെ സ്നേഹത്തിന് മുന്നിലുള്ള
നമ്മള് ഫാൻസുകാർ ഇവിടെ വന്നിട്ട് ഫൈറ്റ് ചെയ്തിട്ട് അതിനെക്കാട്ടി എത്രയോ മുകളിലാണ് അവർ തമ്മിലുള്ള സ്നേഹം. ഞാൻ ഇതിന്റെ കൂടെ ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ, ഒരു കംപ്ലീറ്റ് വീഡിയോ അതിനായിട്ട് ചെയ്യുന്ന വല്ല ആഗ്രഹമുണ്ട്, അത് നമുക്ക് ചെയ്യാം. ഇപ്പൊ നമുക്ക് എംബ്രാനെ പറ്റി സംസാരിക്കുമ്പോൾ ഇനിയിപ്പോ നമുക്ക് 6 ദിവസമുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി നാട്ടിലൊക്കെ 30-ാം തീയതി വരെ ടിക്കറ്റ് സോൾഡ് ഔട്ട് ആണ്, 30-ാം തീയതി വരെ. സോ ഞാൻ ഇവിടെ നോക്കിയപ്പോഴും ഇവിടെയും ഇതുവരെ ഒരു സിനിമയ്ക്കും കാണാത്ത തരത്തിൽ സിനിമയിൽ വരികയാണെങ്കിൽ അതിലൂടെ എനിക്ക് ഭയങ്കരമായിട്ട് കൗതുകം ഒരു കാര്യം, ദിലീഷ് പോത്തൻ, ആഷിഖ് കപൂർ തുടങ്ങിയ ആൾക്കാർ ഈ സിനിമാന്റെ, അതായത് എല്ലാവർക്കും ഇപ്പൊ നമുക്ക് കിട്ടിയൊരു അച്ചീവ്മെന്റ്, നമുക്ക് കിട്ടിയ ഒരു ഇതാണ് ഈ 1 ഹവറിൽ ടിക്കറ്റ് ബുക്കിംഗ് ഓപ്പൺ ആയിട്ട് 1 ഹവറിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് സോൾഡ് ആയ ഇന്ത്യൻ സിനിമയാണ് എമ്പുരാൻ. സോ അത് ഇവരൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ഇനിയും വരും ദിവസങ്ങളിൽ പ്രീ റിലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഭീരമായിട്ടാണ് പോകുന്നത്. പ്രീ റിലീസ് ബുക്കിങ്ങും കളക്ഷനും ഒക്കെ വേറെ ലെവലിലേക്കാണ് പോകുന്നത്. ലിയോന്റെ ഒക്കെ കളക്ഷന്റെ വേറെ ലെവലിൽ ഇരിക്കും ഫസ്റ്റ് ഡേ കളക്ഷൻ ഫോർ എമ്പുരാൻ എന്നുള്ളത് നോ ഡൗട്ട് ആണ്. ട്രെയിലറും കൂടി കണ്ടപ്പം നമുക്ക് ആ പ്രൊഡക്റ്റിൽ ഒരു ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റിനെ ഒരു 100% സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞാൽ ആ 100% എന്താ പറയാ, എനിക്ക് നിങ്ങൾക്ക് ആരെങ്കിലും ഇത് കണ്ടിട്ട് KGF ബാഹുബലി ആയിട്ട് കമ്പയർ ചെയ്യാൻ പോലെ തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. എനിക്കിത് KGF ബാഹുബലിയും ഇതുവരെ ഇന്ത്യൻ സിനിമ എല്ലാത്തിനെക്കാട്ടി മികച്ചതായിട്ട് എനിക്ക് തോന്നിയത്. ഒരാൾ പോലെ അത് പറഞ്ഞ് വരുപോലും എനിക്ക് തോന്നുന്നില്ല. അതായത് ഒരു KGF അത്ര പോരാ. നിങ്ങൾ എവിടെയെങ്കിലും ഒരു കമന്റ് പോലും അങ്ങനത്തെ ഇല്ല. കാരണം അങ്ങനത്തെ ഒരു സാധനം നമ്മള് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഡയറക്ടർ പറയാതിരിക്കാൻ വേണ്ടിട്ടോ. ലാലേട്ടൻ എവിടെ പോയാലും പൃഥ്വിരാജിനെ പറ്റി പറയുന്നത് ഇന്ത്യയിലെ ബെസ്റ്റ് ഡയറക്ടേഴ്സിലൊരാളാണ്, അതിനൊരു ഡൗട്ടും ഇല്ല. എനിക്കൊന്ന് രാജമൗലി അടക്കം പ്രഭാസ് അടക്കം എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ട്. പ്രഭാസിന്റെ ഒക്കെ ഒരു സ്റ്റോറി പോലും നമ്മളെ സിനിമയ്ക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. കാരണം പ്രഭാസ് എന്റെ വൺ ആൻഡ് ഓൺലി ലാലേട്ടൻ, എന്റെ സ്വന്തം വരത എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അത് ഷെയർ ചെയ്തിട്ടുണ്ട്. രാജമൗലി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ട്രെയിലറിന്റെ ഫസ്റ്റ് സീൻ മുതൽ കുക്ക് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇത് നമ്മൾ എന്താ പറയുക, ഒരു ഉത്സവം. നമ്മൾ ഉത്സവം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മാത്രമല്ല, നമ്മളെ ഇന്ത്യ മുഴുവൻ ആഘോഷിക്കപ്പെടാൻ പോകുന്ന ഒരു സിനിമ ആയിട്ട് ഇത് മാറുന്നുള്ള നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ച ലെവലിലേക്ക് എനിക്കും എന്റെ ആഗ്രഹം ഇതേ ഉള്ളൂ. നമ്മൾ ഷാറുഖ് ഖാന്റെയോ ഏത് ആക്ടേഴ്സിന്റെ മൂവീസ് നമ്മുടെ നാട്ടിൽ തിയേറ്ററിൽ പോയി കാണുന്ന പോലെ ഒരു നോർത്ത് ഇന്ത്യക്കാരൻ മലയാളത്തിൽ ഒരു ഗംഭീര സംഭവം ഉണ്ട്, നമുക്ക് തിയേറ്ററിൽ പോയി കാണട്ടെ, നമുക്ക് ഇത് ഇവിടെ നിന്ന് കാണാന്നുള്ള ആ ലെവലിലേക്ക് എത്തണം. എന്നാൽ ഒരുപാട് ബിഗ് ടിക്കറ്റ് സിനിമാസ് നമ്മളെ മലയാളത്തിൽ നിന്ന് ഉണ്ടാവും. കാരണം നമ്മൾ ഇൻഡസ്ട്രി പറഞ്ഞാൽ കണ്ടന്റിലും ആക്ടേഴ്സിന്റെ കാര്യത്തിലും ഡയറക്ടേഴ്സ് റൈറ്റേഴ്സിന്റെ കാര്യത്തിൽ ടെക്നീഷ്യൻ കാര്യത്തിലൊക്കെ ദ ബെസ്റ്റ് ആണ് ഇന്ത്യയിൽ തന്നെ. സോ നമ്മളതിൽ ബിഗ് ടിക്കറ്റ് ഗ്രാബ് പോപ്കോൺ ആൻഡ് ഫസ്റ്റ് ഡേയിൽ നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റിയ മൂവീസും കൂടി വന്നാൽ അത് ഭയങ്കര അക്സെപ്റ്റ് ചെയ്താല് നമുക്ക് നമ്മളെ ഇൻഡസ്ട്രീനെ വേറെ ലെവലിലേക്ക് എപ്പോഴും ഒരു ക്രൗഡിനെ അല്ലെങ്കിൽ ഒരു സം ഓഫ് പീപ്പിൾ എല്ലാവരും കൂടി ഒത്തിറങ്ങി ആർപ്പ് വിളിച്ച് ആഘോഷിച്ച് തിയേറ്ററിന്ന് ആ സിനിമകൾക്കുള്ളൊരു വൈബ് വേറെയാണ്. കുറച്ച് കാലം കഴിഞ്ഞാൽ തിയേറ്ററിലേക്ക് മാത്രമായിട്ടുള്ള സിനിമകൾ ഇറങ്ങാൻ തുടങ്ങും, OTTയിലേക്ക് മാത്രമുള്ള സിനിമകൾ ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള സിനിമകളാണ്. ഇപ്പൊ ഒരു ടിക്കറ്റ് ബുക്കിംഗ് ഓപ്പൺ ആയപ്പോ എനിക്കൊന്ന് രാഗം തിയേറ്ററിൽ ഉണ്ടായ ഒരു തള്ളുണ്ട്. എനിക്കൊന്ന് എത്ര 10 വർഷം മുമ്പായിട്ടാ ഇങ്ങനെ ഒരു തള്ളി ഞാൻ കണ്ടത്. അല്ലെങ്കിൽ ലൂസിഫർ ടൈമിൽ ഉണ്ടായിരുന്നു അല്ലേ? കാരണം ഗേറ്റ് നിങ്ങൾ തിരിച്ചു നോക്കി, ഇപ്പൊ ഈ അടുത്ത് അങ്ങനത്തെ ഒരു കാഴ്ച നമ്മുടെ നാട്ടിലില്ല. ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ വെയിറ്റ് ചെയ്യാണ് ആരാധകര്, ഓടിച്ചാടി കയറി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഇങ്ങനത്തെ ഒരുപാട് കാര്യം നടക്കും, ഭയങ്കര സന്തോഷം, ഉത്സവ പ്രതീതിയാണ്. നാട്ടിലില്ല എന്നുള്ള ഒരൊറ്റ മിസ്സിങ് മാത്രമുണ്ട് സത്യം പറഞ്ഞാല്. ഫ്രണ്ട്സായിട്ടൊന്നും പോയി കാണാൻ പറ്റുന്നില്ല എന്നല്ലേ. എന്തായാലും അടുത്ത വീഡിയോ ഞാൻ കോഡിങ്ങിനുള്ള എല്ലാ വീഡിയോയും സെറ്റാണ്, ഞാൻ ഷൂട്ട് ചെയ്ത് ഇടണം. ഇപ്പൊ അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു സബ്ജക്ട്, ഒരു അപ്ഡേറ്റ് പോലെ റീസെന്റ് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വന്നതാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.